ബിന്ധ്യാസ് വേൾഡിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് മുട്ട റോസ്റ്റ് ചെയ്തതും ചപ്പാത്തിയുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നമ്മൾ 2 സവോള, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 4 അല്ലി വെളുത്തുള്ളി ഇവയെല്ലാം എടുത്ത് ഇത് ചെറുതായിട്ട് സ്ലൈസ് ചെയ്യുക. ഞാനിവിടെ എല്ലാം സെപ്പറേറ്റ് ഒന്നുമല്ല, എല്ലാം കൂടെ ഒന്നിച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം ഞാൻ മാത്രമേ ഇവിടെ കഴിക്കാനുള്ളൂ. ഞാനിതിനകത്ത് ഒരു പച്ചമുളക് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ചിലർ ഇതിനൂടെ തക്കാളി ആഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് ആ ഒരു പുളിപ്പ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനത് ആഡ് ചെയ്യാറില്ല. ഇതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ പാൻ അടുപ്പിൽ വയ്ക്കുക. ഇതൊക്കെ കുറച്ച് പഴയ പാനാണ്, കാരണം ഞാൻ ഹോസ്റ്റലിലായതുകൊണ്ട് ഞാനിത് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എണ്ണ തൂവിയതിന് ശേഷം നമ്മൾ എണ്ണ തിളച്ച് കഴിയുമ്പോൾ കടുക് അതിലിട്ട് പൊട്ടിക്കുക. അതിനുശേഷം നമ്മൾ ഈ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവോള എല്ലാം കൂടെ ഒന്നിച്ചാണ് ഞാൻ ഇടുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഒന്നിച്ചാണ് ഇടുന്നതെന്ന്. അങ്ങനെ ഒരുമിച്ചിട്ടതിന് ശേഷം ഇത് നന്നായിട്ട് അതിനകത്ത് സോട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിന് വേണ്ടി പൊടിവർഗ്ഗങ്ങൾ ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 1 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. വലിയൊരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് പച്ചമുളകും ഉണ്ട്, മുളക് പൊടിയും ഉണ്ട്. അപ്പോൾ കുറച്ചൊരു ടേസ്റ്റിന് വേണ്ടി കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നു. ഇവയെല്ലാം കൂടെ ഞാൻ ഒന്നിച്ച് ഈ ഉലർത്തി വെച്ചിരിക്കുന്ന സവോള അതിലേക്ക് ഇടുകയാണ്. അതിനുശേഷം നന്നായി ഇളക്കുക. കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ഒരുവിധം പച്ചമണം മാറിയതിന് ശേഷം മാത്രമാണ് ഞാൻ വെള്ളം ആഡ് ചെയ്യുന്നത്. ഈ ടൈമിൽ ഞാൻ മുട്ട കുക്കറിൽ വെച്ച് പുഴുങ്ങിയെടുക്കുന്നുണ്ട്. അത് തണുത്ത വെള്ളം ഒഴിക്കുക. അത് പ്രിപ്പയർ ചെയ്തെടുത്ത് നമ്മൾ ആ അരപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ടൈമിൽ ഞാൻ ചായക്കുള്ള പാൽ ഒഴിച്ച് അതിൽ പൊടിയിട്ട് ഇപ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. ഇത് ഒരുപാട് വെള്ളം പോലെ കിടക്കുന്നില്ല, നല്ല റോസ്റ്റ് ചെയ്താണ് എടുത്തത്. ഇവിടെ ഞാൻ പ്രീ കുക്ക്ഡ് ചപ്പാത്തിയാണ് ഉപയോഗിക്കുന്നത്. കാരണം ഇവിടെ നമുക്ക് എളുപ്പമാണ്, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അത് കുക്ക് ചെയ്ത് ബട്ടർ ആഡ് ചെയ്ത് ഇപ്പം നമ്മുടെ ചപ്പാത്തി മുട്ട റോസ്റ്റും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കഴിക്കാൻ പോവാണ്. അതിനു മുമ്പേ നമ്മളിതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മുടെ ടീ അരിച്ചെടുക്കുക. എനിക്ക് ടീ മസ്റ്റാണ് രാവിലെ, എങ്കിലും ഒരു ഫ്രഷ്നെസ് കിട്ടത്തുള്ളൂ. ഈവനിങ്ങിലില്ലെങ്കിൽ അത്രയും പ്രശ്നമുണ്ട്. മോർണിംഗിൽ എനിക്ക് ചായ നിർബന്ധമാണ്. അങ്ങനെ ചായ അരിച്ചെടുത്തു. ഇനി നമുക്ക് കഴിക്കാൻ പോകാം. അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യും. ഞാൻ ഫസ്റ്റ് ടൈമാണ് മുട്ട റോസ്റ്റ് ട്രൈ ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് കഴിച്ചു നോക്കുക. നമുക്ക് ഒന്നിച്ച് എല്ലാവർക്കും കഴിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് പ്ലീസ്.